അയ്യപ്പേട്ടാ, എം സ്വരാജാണ് CPM കാൻഡിഡേറ്റ് നിലമ്പൂരിൽ. സത്യത്തിൽ എം സ്വരാജിനെ ഈ CPM-നെ നിർദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? പ്രജിത, അതിലെല്ലാ ഉത്തരവുണ്ട്. അതായത് നമ്മൾ ചില വ്യക്തികൾ ഓവർ സ്മാർട്ട് കളിക്കും, സ്മാർട്ട് കളിക്കല്ല ഓവർ സ്മാർട്ട് കളിക്കാന്ന് പറയും. അപ്പോൾ അതിനിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പം എന്തായാലും ഇൻസ്റ്റയിൽ നിന്നും ഇവർ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ് അങ്ങേയറ്റത്തെ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് ഫേസ്ബുക്കിലാണ് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെറി പറയാനും പിന്നെ ബാക്കിയൊക്കെ അറിയിക്കാനും ഫേസ്ബുക്കാണ് ഇപ്പോൾ ഒരു ആയുധം. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഫോട്ടോ ഇട്ട് എം സ്വരാജ്, നിങ്ങൾക്ക് ചുണയുണ്ടോ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താനെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഇതിൽ പറയാനുള്ളത്, എം സ്വരാജിൻ്റെ പേര് ഒരു വേള CPM-ലെ പിണറായി വിജയൻ നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന ഒരു നടപ്പ് സമ്പ്രദായത്തിൻ്റെ ഭാഗമായി CPM ഏതെങ്കിലും ഒരു ഈർക്കലിനെ പിടിച്ചങ്ങ് നിർത്തും. ഒരു ഉപതെരഞ്ഞെടുപ്പല്ലേ, പോയാൽ ഒരു സീറ്റ് എന്നങ്ങ് കരുതുമായിരുന്നു. അപ്പോൾ ഈർക്കൽ തുരുമ്പിന് വേണ്ടി അവർ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് നമ്മളൊരു സ്റ്റോറി നമ്മൾ ചെയ്തു. അതായത് ടെൻഡർ പൊട്ടിക്കാനുണ്ട്, വെള്ളിയാഴ്ച ടെൻഡർ പൊട്ടിക്കും. എന്നിട്ടും നമ്മൾ പറയുന്ന പോലെ പിണറായി വിജയൻ പിന്നെ തോളി തട്ടിയിട്ട് പറഞ്ഞു നീ മത്സരിക്കണം എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വേള ഗോവിന്ദൻ മറന്നിരുന്നപ്പോഴോ അല്ലെങ്കിൽ സ്വരാജ് തന്നെ മറന്നിരുന്നപ്പോഴോ ഓർമ്മിപ്പിച്ചത് ബഹുമാനപ്പെട്ട മാങ്കൂട്ടം രാഹുലാണ്. മാങ്കൂട്ടം രാഹുൽ കളിച്ച് ചില പിള്ളേർ, ചില കൊച്ചു പിള്ളേർ കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആദ്യം നമ്മളെ പിന്നെ ഈ ബോഡി ലൈൻ പന്തെറിയുമ്പോൾ നമ്മളെ ദേഹം വേദനിക്കും. പിന്നീട് ഇവൻ യോർക്കർ എറിഞ്ഞ് നമ്മളെ കുറ്റി തെറിപ്പിക്കുമ്പോൾ ഇവൻ്റെ ആഹ്ലാദം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ചില കൊച്ചു പിള്ളേർ അങ്ങനെയാണ്. ഇവൻ ഒരുപാട് പേർക്കിട്ട് യോർക്കർ എറിഞ്ഞ് മിഡിൽ കുറ്റി തെറിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷത്തില്ല. അതിലൊരു മിഡിൽ കുറ്റിയാണ് പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജ് എന്ന് പറഞ്ഞ് സഭയിൽ എല്ലാവരും മുമ്പേ ഇരുത്തി എളിപ്പിനാക്കിയത്. പിണറായി വിജയൻ്റെ മിഡിൽ സ്റ്റമ്പാണ് ഇവൻ തെറിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ യോർക്കർ ഒന്ന് എറിഞ്ഞ് നോക്കിയതാണ്. പക്ഷേ യോർക്കർ ഏശിയില്ല. യോർക്കർ 6 ആക്കി, ഗോവിന്ദൻ 6 ആക്കിയിട്ടുണ്ട്. 6 അങ്ങ് സ്റ്റേഡിയം കഴിഞ്ഞു പോയി. സത്യത്തിൽ അത് ഗോവിന്ദനല്ല, പിണറായി തന്നെയാണ്. പിണറായിയോട് ഏറ്റുമുട്ടാൻ രാഹുൽ മാങ്കൂട്ടമല്ല, സാക്ഷാൽ വേറെ 6 പേര് പറയാൻ അത്രയും കെ സുധാകരന് പോലും പറ്റുന്നില്ല. ബ്രണ്ണൻ കോളേജിലെ സിംഹമായിരുന്നു, ബ്രണ്ണൻ കോളേജിൽ സുധാകരൻ്റെ സീനിയറായിരുന്നു ഇദ്ദേഹം, എന്നിട്ട് പോലും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കഥ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്, ആര് പറഞ്ഞു, ഞങ്ങളാരും പറഞ്ഞൊന്നുമില്ല പോയി കാല് പിടിക്കാനായിട്ട്. ഇന്നലെ രാത്രി വൈകുന്നേരം അവർ തീരുമാനിച്ചേനെ, എടേ പൊന്നുമോനെ നീ പോയിട്ട് വേണം, നീ ചാവേറാവൂ എന്ന് ചോദിച്ചു. ചാവേറായതാണ് ഈ പറയുന്ന ചാവേറാണ് രാഹുൽ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ ഇയാളെന്താ കളിപ്പിക്കുകയാണ്? ചാവേറാണ്. ആദ്യം സ്വരാജിനെ ഇപ്പൊ പാർട്ടിക്കകത്ത് ചർച്ച, ഈ ചെറുക്കനെ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ, ഈ ചെറുക്കൻ്റെ നെഗളിപ്പ് കൂടെയാണ് എന്ന് കെ സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞു. നീ ചെറുക്ക കൂടുതൽ തുള്ളല്ലേ, നീ തുള്ളണത് VD സതീശൻ്റെ ബലത്തിലാണെന്നുണ്ടെങ്കിൽ VD സതീശൻ്റെ ചീട്ട് കീറും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ. നിങ്ങൾ എഴുതി വെച്ചോളൂ, VD സതീശൻ്റെ എല്ലാ ഹൈപ്പും കഴിയാറായി. കാര്യം ഇത് ഈ ഇലക്ഷനിൽ എം സ്വരാജ് എങ്ങാനും ജയിച്ചാൽ, കാര്യം നമ്മൾ കണക്കൂട്ടുന്നതനുസരിച്ച് ഇത്രയും കാൻഡിഡേറ്റ് വരുമ്പോൾ എം സ്വരാജിനെ ജയിപ്പിക്കേണ്ടത് പിണറായി വിജയൻ്റെ കൂടെ ഒരു ആവശ്യമാണ്. കാര്യം അത്ര കണ്ട് നാറി കുടിയടിച്ചിരിക്കുകയാണ് ഈ ഭരണം. അപ്പോൾ അതൊരു ചാലകമായി കഴിയുമ്പോൾ, ആ ജയം കൂടെ ആയിക്കഴിയുമ്പോൾ ഈ പാർട്ടി വീണ്ടും ഭരണത്തിൽ വരും എന്നൊരു തോന്നൽ ജനങ്ങൾ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് എന്ന് പിണറായിക്ക് തെളിയിക്കേണ്ടി. വല്ലാത്ത ജാതകമാണ് പിണറായി. ഇവരാരും വിചാരിക്കണ പോലെ എന്ന് വെച്ചാൽ എത്രത്തോളം ശത്രുക്കൾ കൂടുവോ അത്രത്തോളം അദ്ദേഹത്തിന് ഹൈപ്പ് വരും. ശത്രുക്കളുടെ എണ്ണം കൂടും, പിണറായിയുടെ ഹൈപ്പും കൂടും. അതാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ ഒന്നും ആരും പാർട്ടി പറയാതെ ഒന്നും രാഹുൽ മാങ്കൂട്ടം പോവാതിരിക്കാൻ മരപ്പൊട്ടണമെന്നല്ല രാഹുൽ മാങ്കൂട്ടം. അല്ല, അത് പറഞ്ഞിട്ട് തന്നെയായിരിക്കും. നിർദ്ദേശം കിട്ടാണ്ട് രാഹുൽ ഒരിക്കലും അത്തരത്തിലൊരു കാര്യം ചെയ്യില്ല. അതെങ്ങനെ ചെയ്യും? അതായത് അതിനുള്ള ധൈര്യമൊന്നും രാഹുലിന് വരാൻ സാധ്യതയില്ല. രാഹുൽ ആര് ഇപ്പൊ ഇദ്ദേഹം ഒന്നും അറിയാതെ പറഞ്ഞേക്കണ്, രാഹുൽ മാങ്കൂട്ടം ആര് അങ്ങനെയൊക്കെ ചെയ്യാൻ? ഇത് ആരെ പൊട്ടനാക്കാനാണ് സതീശൻ? ഇത് ആരെ പൊട്ടനാക്കാൻ? ആടിനെ പട്ടിയാക്കണം ഇയാള്, ആടിനെ പട്ടിയാക്കണം. ജനങ്ങളെ മൊത്തം ഒന്നടങ്കം പൊട്ടന്മാരാക്കാൻ പറ്റുമോ? എങ്ങനെ? ഇവിടെ സാക്ഷാൽ പിണറായി വിജയൻ പൊട്ടനാക്കാൻ നോക്കിയിട്ട് ജനത്തിന് പൊട്ടനാകാൻ പറ്റിയില്ലല്ലോ. പിണറായി വിജയൻ പൊട്ടനായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ, നമ്മളെ നിരന്തരം പൊട്ടനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും പൊട്ടനാവൂല. ഇത് കേരളമാണ്. ഇതേ നല്ല ഒന്നാന്തരം ബുദ്ധി വിളയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ വക്രബുദ്ധി പ്രത്യേകിച്ച് ഇപ്പൊ സാധാരണ ജനത്തിന് വരെ രാഷ്ട്രീയം അറിയാം. നേരത്തേക്ക് രാഷ്ട്രീയം എല്ലാ കാര്യങ്ങളും ലഭിക്കുകയാണ് കൈകളിൽ. അപ്ഡേഷനാണ്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് ഒരു വേർഷൻ കിട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു വേർഷൻ കിട്ടുകയാണ്. അപ്പൊ രണ്ടും വായിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായി ഏത് അരിയാഹാരം കഴിക്കുന്നവന് ഇത് അറിയാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. PV അൻവർ ഒരു സത്യം കൂടെ പറഞ്ഞു, എൻ്റെ കാശെല്ലാം പോയി എന്ന്.
അപ്പൊ നമുക്കൊരു ചോദ്യം വരും, 3 നേരം ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇപ്പൊ 2 നേരം പോലും മാറ്റാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് അദ്ദേഹം പറയുന്നു. കോടികളുടെ ആസ്തിയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുടിപ്പിച്ചെങ്കിൽ അതും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാശെല്ലാം CPM-കാർ കൊണ്ടുപോയില്ലേ? ആണ് പറയുന്നത് സത്യമാണ്. അത് CPM-കാർ കൊണ്ടുപോയെങ്കിൽ ചിലപ്പോൾ കാശില്ലാത്ത അൻവറിന് കോൺഗ്രസിന് വേണ്ടായിരിക്കും, അതായിരിക്കും എടുക്കാത്ത. ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് 2 വശം ഉണ്ടല്ലോ. കാശില്ലാത്ത അൻവറിനെ അവർക്ക് വേണ്ട, ചിലപ്പോ രാഹുൽ പറഞ്ഞു വെച്ചത് അതായിരിക്കും. കാശില്ലാത്ത അൻവറിനെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. ഈ ചില മുതലാളിമാർക്ക് ബുദ്ധി കാണത്തില്ല, കാശ് ഒരുപാട് കാണും, ഇത് ബുദ്ധി കുറച്ചുണ്ട്. വേദനിക്കുന്ന കോടീശ്വരൻ. അദ്ദേഹം ഒരു അദ്ദേഹം ഈ പറഞ്ഞതേ, അദ്ദേഹത്തിന് ബുദ്ധി ഇവർക്കാർക്കും പിടികിട്ടിയില്ല. അദ്ദേഹം ജോയിയെ നിർത്തി ക്രിസ്ത്യൻ സമുദായത്തിനെ ഒന്ന് കയ്യിലെടുത്തിട്ട് അദ്ദേഹം മറ്റൊരു മണ്ഡലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. ഇപ്പോ ജോയി സ്ഥാനാർത്ഥി ആയില്ല, ഇവർക്കിടയിൽ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഷൗക്കത്തിന് ഒരു മനുഷ്യർക്ക് കണ്ണെടുത്താൽ കാണത്തില്ല. ഷൗക്കത്ത് ജയിക്കത്തില്ല. നന്നായി വോട്ട് കിട്ടുമായിരുന്നു. ജോയി ഇറങ്ങിയിരുന്നെങ്കിൽ കുടിയേറ്റ കർഷകരെ വോട്ടെല്ലാം ജോയിക്ക് കിട്ടുമായിരുന്നു. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് ഈ 8 മാസത്തേക്ക് MLA ആവില്ല. ഷൗക്കത്ത് എത്ര കാലം കൊണ്ട് അതൊരു ബാലിശമാണ് ആ വാശി. തീർച്ചയായിട്ടും അതൊരു ട്രിക്കാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഷൗക്കത്തിനെ ഇദ്ദേഹം കൊണ്ടുപോയി നിർത്തിയേക്കുമോ എന്നൊരു ധാരണ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കാൻ പറ്റി. അതായത് ഈ CPM-കാർ വിളിച്ചു എന്നുള്ള കഥയും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ എത്തിച്ചതും ഷൗക്കത്തിന്റെ ബുദ്ധിയാണ്. ഇതെല്ലാം അവർ തന്നെ ചെയ്ത ഒരു നാടകമാണ്. എന്നിട്ട് അതുവരെ ജോയി നിൽക്കും. കാര്യം എന്ന് വെച്ചാൽ ചില ഇത്തിൽക്കണ്ണികളുണ്ട്. ഇപ്പോൾ സതീശന്റെ സപ്പോർട്ടിന് വേണ്ടി ഇറങ്ങുന്ന കുറേ ഇത്തിൽക്കണ്ണികളുണ്ട്. ഈ ഇത്തിൽക്കണ്ണികളൊക്കെ പറഞ്ഞു വരുത്തി ജോയി തന്നെ സ്ഥാനാർത്ഥിയാകും, 1 ലക്ഷം വോട്ടിന് ജോയി ജയിക്കും എന്ന് അടിച്ചുകൊണ്ടേയിരുന്ന് കഴിഞ്ഞ 1 മാസമായിട്ട്. അപ്പോൾ ജോയിയും വിചാരിച്ചു സ്ഥാനാർത്ഥിയാകുമെന്ന്. അപ്പോൾ അൻവർ അത് പറഞ്ഞത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ ഇത് പൊളിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മാങ്കൂട്ടം ഇത്തരത്തിൽ M സ്വരാജിന്റെ പേര് പറഞ്ഞതോടുകൂടി CPM M സ്വരാജിന്റെ അടുത്ത് നിർത്തി. M സ്വരാജ് എന്തായി? സ്ഥാനാർത്ഥിയായി. M സ്വരാജ് ഇതാ ഇന്നലെ ട്രെയിനിൽ വന്നിറങ്ങി, വരുന്ന വഴിയിലൊക്കെ അങ്ങാടിപ്പുറത്തൊക്കെ ചെക്കന്മാരിന്ന് സഖാവേ എന്ന് പറഞ്ഞ് തൊണ്ട വാശി കൂടിയായി. അവിടെയുള്ള തീർച്ചയായിട്ടും അവിടെ നാട്ടുകാരനായ CPM ആണ്, നാട്ടുകാരനായ CPM-കാരനാണ്. പിന്നെ ഒരു യുവാവാണ്, എന്ത് വന്നാലും ഷൗക്കത്തിനെക്കാളും ചെറുപ്പക്കാരനാണ്. 45 വയസ്സല്ല ഷൗക്കത്തിന്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, കുറച്ച് നാളുകളായിട്ട് M സ്വരാജിനെ കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഒരു മുൻഗണന കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം. അദ്ദേഹത്തിന് എഴുത്തുകാരനാണ്. അതെ, അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു പ്രിഫറൻസ് കിട്ടുന്നു എന്നുള്ളത് അവരുടെ നാട്ടുകാരന് ഒരു ഇത് കിട്ടുമ്പോൾ അല്ലെ, പാർട്ടി ചിഹ്നം കൂടിയാവുമ്പോൾ. പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ടത് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഏതെങ്കിലും ഒരു ഈർക്കിലിനെ ആണെങ്കിൽ തന്നെ പാർട്ടി ചിഹ്നം എന്ന് പറയുന്ന കാര്യം, ഇവർ ഇത്രയും കള്ളത്തരം കാണിക്കുമ്പോൾ ഈ പാർട്ടിക്ക് 6 ലക്ഷം അംഗങ്ങളും അതിനപ്പുറം അഭ്യുതകാംക്ഷികളും പാർട്ടി സ്നേഹികളും കിടക്കുന്നത് ഈ ചിഹ്നത്തോടൊക്കെയുള്ള ഒരു സ്നേഹമാണ്. അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി ആവുമ്പോൾ ഈ സ്ഥാനാർത്ഥി ആവുമ്പോൾ ആ വോട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നല്ലോ എന്നൊക്കെ ഇന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത്, തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് പോയി വോട്ട് ചോദിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, സഹകരണം ചോദിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ M സ്വരാജിന്റെ പേര്, M സ്വരാജിന്റെ ചിത്രം സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മാങ്കൂട്ടം. എന്നിട്ട് സ്വന്തം ഗ്രൂപ്പിന്റെ നേതാവായ VD സതീശന് വേണ്ടി, അതായത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടു കാണും, ഇത്രയും ഈഗോയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അൻവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചെയ്തത്. അൻവറിനെ പോലൊരു ഒരു നേതാവ്, ഒന്നുമില്ലെങ്കിലും 2 ടേം അവിടെ MLA ആയിരുന്നല്ലേ, 2 ടേം. നമ്മളൊക്കെ മനുഷ്യരാണ്. ഇപ്പൊ UDF എന്ന് പറയുന്ന ഒരു ബാലികറ മലയൊന്നുമല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, അല്ലെ? ഇന്ത്യ മഹാരാജ്യത്ത് ഇവരുടെ CPM തകർന്നു എന്ന് പറയുമ്പോഴും CPM-ന് എവിടെയൊക്കെയോ ഒരു കച്ചിത്തുരുമ്പുണ്ട്. എവിടെയൊക്കെയോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി. ഇപ്പൊ തെറി വിളിക്കുന്ന മുമ്പാരെല്ലാം ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കുത്തുമ്പോ കൈ അറിയാതെ അതിലോട്ടേ പോകുള്ളൂ. പക്ഷെ UDF-ന് അതില്ല, കോൺഗ്രസിന് സ്നേഹമൊന്നുമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ തന്നെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് CPM-നെ തെറി വിളിക്കുന്നവർ CPM-കാർ തന്നെയാണ്. ഇപ്പൊ മനോരമയിലെ പാർട്ടിയോടുള്ള സ്നേഹമാണ്, തിരുത്തൽ സ്നേഹമാണ്. ഇന്ന് മനോരമ പത്രത്തിലെ പ്രമുഖരായ ഇപ്പൊ സുജിത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടർ തുടങ്ങി പലരും പഴയ SFI-കാരാണ്. ഇവരൊക്കെ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴും പറയും, ഞാൻ ഇപ്രാവശ്യം നോട്ടേ അടിക്കുള്ളൂ. ഇത് പ്രസ് ക്ലബിന് മുമ്പേ എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അഭിനവ CPM-കാരൊക്കെ വന്നിട്ട്, അഭിനവല്ല പാർട്ടിയുടെ, നീ അങ്ങനെ കുത്തോ, നിനക്ക് കുത്താൻ പറ്റൂ, ഈ ഒരു ചോദ്യം ചോദിക്കുക. സെന്റിമെന്റ് വർക്കൗട്ടായി, നീ അങ്ങനെ കുത്തോടെ, നീ കുത്തിക്കേ, ഒന്ന് അറിയണം. ഒരു പാർട്ടിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ ഉറപ്പാണത്. സെന്റിമെന്റ്സ് വർക്കൗട്ട്, വോട്ട് വീഴും ആർക്ക്? കറക്റ്റ് പെട്ടിയിൽ. അപ്പൊ ഇത്തരത്തിൽ മാങ്കൂട്ടം
ഇറങ്ങുമ്പോൾ, മാങ്കൂട്ടം ഇറങ്ങി ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ മാങ്കൂട്ടത്തിന് ചോദിക്കാനുണ്ട്. നാട്ടുകാരനായ ഒരുത്തനെ എം സ്വരാജിനെ നിർത്തിക്കൂടെ എന്ന് ഫേസ്ബുക്കിലൂടെ ചോദിക്കുമ്പോൾ മാങ്കൂട്ടത്തിന് ധൈര്യമുണ്ടോ പാലക്കാട് വിട്ടിട്ട് തൻ്റെ സ്വന്തം നാട്ടിൽ ആ പറയുന്ന ആറന്മുളയിൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്നുള്ളത് ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്. ഇദ്ദേഹം അടുത്ത വരുന്ന ഇലക്ഷനിൽ ആറന്മുള മത്സരിച്ച് ജയിക്കുന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളിക്കുന്ന ഒരാളിന്റെ പാതി മീശ ഞങ്ങൾ എടുത്തു കൊടുക്കാം.